ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഏതായാലും പല വിദ്യാർത്ഥികളും അതിരാവിലെ തന്നെ കമന്റുകൾ വഴി ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ജില്ലകളിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവധിയുള്ളത്. അപ്പോൾ അതിരാവിലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവസാനത്തൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, വൈകി വന്ന വാർത്തകൾ കൂടി മിസ്സാകാതിരിക്കാനാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കനത്ത മഴ പെയ്യുകയും 14 ജില്ലകളിലും വിവിധ തരത്തിലുള്ള മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ വെറും റെഡ് അലർട്ടുള്ള ജില്ലകളിൽ മാത്രമല്ല, ഈ മഴയുടെ കാഠിന്യം കൊണ്ട് ഇപ്പോൾ 12 ജില്ലകളിൽ, അതായത് 11 ജില്ലകളിൽ പൂർണ്ണമായിട്ടും ഒരു ജില്ലയിൽ ഭാഗികമായിട്ടും അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് നോക്കാം എന്തിങ്ങനെയാണ് എന്ന്. ഞാൻ ആ ജില്ലകളുടെ പേര് പറയുന്നതിനേക്കാളും ഏതൊക്കെ ജില്ലകൾക്കാണ് അവധി ഇല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. സിമ്പിളായിട്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ 3 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അപ്പോൾ അതിൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ ഭാഗികമായിട്ട്, അതായത് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ആലപ്പുഴയിൽ വേറെ ഒരു ജില്ലയിലും ഒരു സ്ഥലത്തും അവധിയില്ല. അതുപോലെയാണ് തിരുവനന്തപുരം, കൊല്ലം. ഈ 3 ജില്ലകൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി 11 ജില്ലകളിലും അവധിയാണ്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത്. ബാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാക്കി എല്ലാ ജില്ലകളിലും പൂർണ്ണമായിട്ടുള്ള ബാക്കി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നത്തെ സാഹചര്യത്തിൽ അവധി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ കേസ് സംശയമുണ്ട് എങ്കിൽ അതാത് ജില്ലക്കാർ അവരുടെ കളക്ടറുടെ പേജിൽ പോയി നോക്കുക. ഈ 11 ജില്ലയിലും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി പറഞ്ഞ പോലെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ചില ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള, അതിപ്പോൾ വയനാട് എടുത്തു കഴിഞ്ഞാൽ അവിടെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. ഇത്തരത്തിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. എന്തായാലും ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഇത്തരത്തിലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്.